അവിശ്വസ്തരായ സഹോദരന്മാർ. ഗാന്ധാരം എന്ന പട്ടണത്തിൽ 2 സഹോദരന്മാർ വസിച്ചിരുന്നു. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. കൃഷി ചെയ്യുന്നതിന് ഭൂമിയോ താമസിക്കുന്നതിന് സ്വന്തമായി ഒരു വീടോ അവർക്ക് ഉണ്ടായിരുന്നില്ല. സമ്പന്നനായ ഒരു കർഷകന്റെ ഔദാര്യത്തിൻ കീഴിൽ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടിലിലാണ് അവർ ഇരുവരും താമസിച്ചിരുന്നത്. പകൽ സമയം അവർ അവിടെയും ഇവിടെയും അലഞ്ഞു നടന്ന് പാഴ്വസ്തുക്കൾ പെറുക്കിയെടുത്തു. തുടർന്ന് അവയെ അവർ വിറ്റു. പക്ഷേ ഇത് ആദായകരമായ ഒരു വ്യാപാരം ആയിരുന്നില്ല. ഒന്നും കിട്ടാത്തതു കാരണം മാസത്തിൽ മിക്ക ദിവസങ്ങളിലും അവർക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു. ഇപ്രകാരം വളരെ ദരിദ്രവും കഷ്ടപ്പാടോടു കൂടിയതുമായ ഒരു ജീവിതം അവർ നയിച്ചു പോകുന്നു. ഒരു ദിവസം ഇവരിൽ ഇളയവൻ മൂത്തയാളോട് പറഞ്ഞു, "സഹോദര, നമ്മൾ ഇപ്പോൾ തന്നെ ആകെ തകർന്നു പോയിരിക്കുന്നു. ഇപ്പോഴുള്ളതുപോലെ നമ്മൾ ഇവിടെ തന്നെ ജീവിക്കുന്നത് തുടർന്നാൽ വളരെ വേഗം നമ്മൾ മരണമടയും. ജീവിക്കുവാൻ കൂടുതൽ അവസരം കിട്ടാവുന്ന മറ്റേതെങ്കിലും പട്ടണത്തിലേക്ക് നമുക്ക് പോകാം." മൂത്ത സഹോദരന് അത് ശരിയാണെന്ന് തോന്നുകയും സഹോദരൻ പറഞ്ഞതിനോട് അയാൾ അനുകൂലിക്കുകയും ചെയ്തു. അവർ ഒരുമിച്ച് അറിയപ്പെടാനാകാത്ത ഏതോ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവർ ഒരു കാടിന്റെ പ്രാന്തപ്രദേശത്ത് എത്തിച്ചേർന്നു. 3 വ്യത്യസ്ത ദിശകളിലേക്ക് 3 വഴികൾ പോകുന്നത് അവർ കണ്ടു. അവർ ആകെ ചിന്താക്കുഴപ്പത്തിലായി. ബുദ്ധി മരവിപ്പിക്കപ്പെട്ടവരെ പോലെ അവർ അവിടെ നിൽക്കുമ്പോൾ ഒരു സന്യാസി അവർക്ക് പിന്നാലെ വന്നിട്ട് ഒരു വഴിയിലൂടെ നേരെ നടന്നു. വാക്കുകളിൽ ആദരവോടുകൂടി സഹോദരന്മാർ അദ്ദേഹത്തോട് ആരാഞ്ഞു, "ഗുരു, അടുത്ത പട്ടണത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഏതാണ്?" സന്യാസി പറഞ്ഞു, "ഞാൻ നടക്കുന്ന വഴിയാണ് ഏറ്റവും എളുപ്പമുള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വഴിയിൽ ഒരു പെട്ടി കിടപ്പുണ്ട്. അത് നിങ്ങളെ പ്രലോഭിപ്പിക്കും. അതിൽ നിങ്ങൾ ഭ്രമിക്കപ്പെട്ടാൽ നിങ്ങൾ നശിക്കും." ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് സന്യാസി നടന്നുപോയി. ഒരു പെട്ടിക്ക് തങ്ങളെ വശീകരിക്കാനാവുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി തന്നെ തിരഞ്ഞെടുക്കുവാൻ അവർ തീരുമാനിച്ചു. അവർ ഒരൽപ്പം നടന്നപ്പോൾ ഒരു പെട്ടി തറയിൽ കിടക്കുന്നത് കണ്ടു. പെട്ടി കണ്ടതും മൂത്തയാൾ ആകെ ഭയന്നു. മാത്രമല്ല, എന്തെങ്കിലും നീചമായത് സംഭവിക്കും എന്ന് ചിന്തിച്ച് അവൻ അതിൻ്റെ അടുത്തേക്ക് പോകുവാൻ പോലും ധൈര്യപ്പെട്ടില്ല. എന്നാൽ ഇളയവൻ അതിൻ്റെ അടുത്തു ചെന്ന് അതിനെ തുറന്നു. അസംഖ്യം രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും ശോഭയാൽ അവൻ്റെ കണ്ണ് അഞ്ചിപ്പോയി. അത് ഒരു നിധിപേടകമാണെന്ന് മനസ്സിലായപ്പോൾ മൂത്തയാളും അതിനെ സമീപിക്കുകയും അവയെ തുല്യമായി പങ്കിടുവാൻ തീരുമാനിക്കുകയും ചെയ്തു.
രണ്ടുപേർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നതിനു വേണ്ടി തിരികെ പട്ടണത്തിലേക്ക് പോകുവാൻ മൂത്തയാൾ ഇളയവനോട് ആവശ്യപ്പെട്ടു. തിരികെ പട്ടണത്തിലേക്ക് വരുമ്പോൾ ഇളയവൻ ചിന്തിച്ചു, ഞാൻ എന്തിന് ആ നിധിയെ എൻ്റെ സഹോദരനുമായി പങ്കിടണം? അതിൻ്റെ ആവശ്യമില്ല. മുഴുവൻ ആഭരണങ്ങളും രത്നങ്ങളും എനിക്ക് മാത്രമായിട്ട് വേണം. പട്ടണത്തിൽ നിന്നും തിരികെ വരുമ്പോൾ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഇളയവൻ ഏതോ വിഷം കലർത്തി. ഇളയവൻ ആ സ്ഥാനത്ത് എത്തിയപ്പോൾ മൂത്തയാൾ പെട്ടിയുടെ അടുത്ത് ഉറങ്ങുകയായിരുന്നു. വാസ്തവത്തിൽ അയാൾ ഉറങ്ങുന്നതായി നടിക്കുകയായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ സഹോദരൻ ഭക്ഷണം കഴിച്ച് മരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് മൂത്തവന്റെ അടുത്ത് ഭക്ഷണ സാധനങ്ങൾ വച്ചിട്ട് ഇളയവനും അവിടെ ഉറങ്ങുവാൻ കിടന്നു. ഉടൻ തന്നെ അവൻ ഉറങ്ങിപ്പോയി. മൂത്ത സഹോദരൻ എഴുന്നേറ്റ് ഇളയവന്റെ കഴുത്തിനിരിച്ച് അവനെ ശ്വാസം മുട്ടിച്ചു. അപ്പോൾ തന്നെ ഇളയവൻ മരിച്ചു വീണു. മൂത്തയാൾ എല്ലാ വസ്തുവകകളും എടുത്തു കൊണ്ടുപോയി ഒരു കിണറിന്റെ സമീപത്ത് ഇരുന്നു. വളരെയധികം വിശന്നിരുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് അവൻ എല്ലാ ഭക്ഷണവും തിന്നു തീർത്തു. ഉദരത്തിൽ നിന്നും തലയിലേക്ക് എന്തോ ഇഴഞ്ഞു കയറുന്നതായി അവന് തോന്നി. ഉടൻ തന്നെ അവനും മരിച്ചു വീണു. സന്യാസി പറഞ്ഞതുപോലെ ആ പെട്ടി അവിശ്വസ്തരായ 2 സഹോദരന്മാരുടെ നാശത്തിന് കാരണമായി. ശുഭം.